വരേണ്ടത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഈ വിമത ശബ്ദം പുതിയതൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഗണേഷ് കൂടി അതിൽ പങ്കാളിയാവുകയാണ്. ഗണേശും കൂടെ പങ്കാളിയാവുമ്പോൾ ഗണേശ് ഇപ്പം തന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞത് കണ്ടില്ലേ, വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നോക്കിയിട്ട് വളരെ വിദഗ്ധമായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ സംസാരിക്കുന്ന, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ജനക്കൂട്ടത്തോട് പ്രസംഗിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. മുൻ മന്ത്രി എന്ന സ്ഥാനവുമുണ്ട്. പക്ഷേ പത്തനാപുരത്ത് അദ്ദേഹം ഇത്തവണ തോറ്റു. ഇത്തവണ ജയിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ട് തന്നെ ഒരു കാരണമായി ഞാൻ കാണുന്നത് NSS പ്രവർത്തകരുടെ ഇടപെടൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ബ്രിഗേഡിയർ മോഹൻപിള്ളയാണെങ്കിലും GB ഹരി ആണെങ്കിലും പറഞ്ഞു വന്നത് ജനാധിപത്യം. NSSൻ്റെ അകത്തെ ജനാധിപത്യത്തിൻ്റെ വളർച്ച, വ്യാപ്തി എന്ന് മാത്രമുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം, കൂടുതൽ പേർക്കും അറിയാം. ജനറൽ സെക്രട്ടറിയെ വെല്ലുവിളിച്ചും കൊണ്ട് ഒരു ഡയറക്ടർക്കും ഒരിടത്തും നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഹരി പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കേസ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ മിഥ്യയാണ്. അതിൻ്റെ ഭരണഘടന എങ്ങനെയാണ്? അന്നത്തെ കാലത്ത് മന്നത്ത് പത്മനാഭൻ അങ്ങനെ ഒരു രൂപം കൊടുത്തത്, ആ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയത് വളരെ ബോധപൂർവമായിരുന്നു. പലരും ജനാധിപത്യത്തിൻ്റെ പേരിൽ പലരും കടന്നു വരാം, ഇവിടെ ജനറൽ സെക്രട്ടറി ആവാം, എനിക്ക് ശേഷം അങ്ങനെയുള്ളവർ വന്ന് ഈ സംഘടനയെ നശിപ്പിക്കരുത്. കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരിയും വായിച്ചിട്ടുണ്ട്. ഞാൻ NSSനെ കുറിച്ച് ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോട്ടയത്തെ ലേഖനായിരുന്നപ്പോൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നാരായണപ്പണിക്കരായിരുന്നു ജനറൽ സെക്രട്ടറി. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പുസ്തകങ്ങളും തന്നിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെ എൻ്റെ വളരെ വിലപിടിപ്പുള്ള നിധിയായിട്ട് തന്നെയാണ് ആ പുസ്തകങ്ങൾ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നത്, വായിക്കാറുമുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട സമുദായ ആചാര്യന്മാരിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അദ്ദേഹത്തിന് ശേഷം വന്നവർക്ക് ഒരിക്കലും ആ ലെവലിലേക്ക്, ഇപ്പം തന്നെ പറയുന്നു ആരുടെ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ NSSൻ്റെ ഒരു പ്രത്യേകത, ആ നിയമങ്ങളെ, ആ ചട്ടക്കൂടിനെ അദ്ദേഹം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. ഒരാൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ, അതേ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ആയുഷ്കാലം മുഴുക്കുകയും ആ സ്ഥാനത്ത്, ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ല, അതിനകത്ത് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാവാത്ത അങ്ങ് പറഞ്ഞതിനകത്ത് ഈ ജനാധിപത്യത്തിന്റെ എങ്ങനെയായിരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ഒരാൾ അധികാരത്തിൽ വരുന്നത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് സംഘടനയിലാണെങ്കിലും. ഈ 5 വർഷമായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ 300 പേര്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ 300ഓളം പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് അവരിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ, ഹരിയെ കിട്ടിയത് നന്നായി. NSSന് അനുകൂലമായി അനുകൂലമായിട്ട് ഒരാളെ കിട്ടിയിരുന്നു. അതെ, അത് ജനാധിപത്യം. അത് മോഹൻപിള്ള, ഞാൻ പറയട്ടെ മോഹൻപിള്ളേ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അതെ, ഞാൻ പറയട്ടെ, ഉള്ളത് പറയുന്നത് എന്താ പ്രശ്നമുള്ളത് മോഹൻപിള്ള? നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല, ഉള്ളത് പറയാന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരാളെ ഉള്ളോ ഇവിടെ നായന്മാർ? അല്ല മോഹൻപിള്ള, എൻ്റെ ചോദ്യം ഇതാണ്. കേരളമാണ് നായർ സമുദായത്തിൻ്റെ. എനിക്ക് എൻ്റെ നാട്ടിൽ ഒത്തിരി നായന്മാരുണ്ട്, നല്ല നായന്മാരാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളും നായന്മാരും ഒക്കെ വലിയ സൗഹാർദ്ദമാണ്. എൻ്റെ അച്ഛനെ താങ്കൾ പറഞ്ഞു ഒരാളെ ഉള്ളോ ന്യായീകരിക്കാൻ എന്നുള്ളതല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ അഖില ലോക നായർ സമുദായത്തിൽ ആയുഷ്കാലം ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ ഒരേ ഒരു നായർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ ചോദ്യം. അല്ല, അങ്ങയോട് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കട്ടെ വിനീതമായിട്ട്. തിരുവനന്തപുരത്തെ മലങ്കര സഭയുടെ പിതാവ് മാർ ക്ലീമിസ് പിതാവ് എത്ര വർഷമായിട്ട് ക്ലീമിസ് പിതാവിൻ്റെ തലപ്പത്തിരിക്കുന്നു?
ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായിട്ട് അദ്ദേഹം തലപ്പത്തിരിക്കുന്നു? അങ്ങ് പറ, മറുപടി പറ. 50 വർഷമായി. ആണല്ലോ ആണല്ലോ. വർഷവും. ആണോ? ഇത് ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അല്ലല്ല, അല്ലല്ല, അല്ല, അല്ലല്ല, ഞാൻ താങ്കൾ- പറയാം. താങ്കൾ 25. ആണ്. ഞാൻ പറയട്ടെ, ഒരു താങ്കൾ മിനിറ്റ്, ഞാൻ പറയാം. ഫിസിന്റെ കാര്യമേ പറഞ്ഞു. താങ്കൾ അതിൽ നിന്നും പോയി പോപ്പിന്റെ കാര്യത്തിലേക്ക് വരുന്നു. അല്ലല്ല, നോക്കൂ, അതല്ല ഞാൻ പറയട്ടെ. സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ. ഞാൻ ചോദിക്കട്ടെ, 25 കൊല്ലമായി അദ്ദേഹം ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം? അത് ജനാധിപത്യം. ഒരു മിനിറ്റ്. അതുകൊണ്ടല്ലേ എനിക്ക് പിതാവിനെ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ കേപ്പബിൾ ആയിട്ടുള്ള, ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളാണ് ആ തലപ്പത്തിരിക്കുന്നത്. അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്താ പ്രശ്നമുള്ളത്? പുതിയ ആള് വരട്ടെ. അതിനേക്കാൾ മികച്ച ആളുകളാണ് ഇത് തെരഞ്ഞെടുക്കപ്പെടണ്ടേ? അല്ല ഇത് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അവസരമുണ്ട്. ഈ മോഹൻ പിള്ളയ്ക്ക് അവസരമുണ്ട്. എനിക്ക് മത്സരിക്കാം. അങ്ങേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അങ്ങ് നായരല്ലാത്തതുകൊണ്ട്. ഞാൻ നായരാണ്. അപ്പോൾ ശ്രീ മോഹൻ പിള്ള നായരാണ്. മഞ്ജൂഷന് മത്സരിക്കാം. മഞ്ജൂഷൻ കരയോ അംഗമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നായന്മാരായിട്ട് അതൊരു കാര്യമുണ്ട്. വെറുതെ പറ്റത്തില്ല. ജനാധിപത്യം പൂത്തുലയുന്നത് താങ്കൾ പറയുകയാണ്. ഒരു ജനാധിപത്യവും NSS ൽ പൂത്തുലയുന്നില്ല. കരയോഗത്തിൽ അംഗത്വം എടുക്കണം. കരയോഗത്തിൽ അംഗത്വം എടുത്താൽ മത്സരിക്കാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെ 5 വർഷം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുമ്പോ അതിന് അവനകത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമുണ്ടോ? എല്ലാവരും സംസാരിക്കില്ല. എനിക്കിഷ്ടമില്ലാത്തവരെ അല്ല, അത് ഓരോരുത്തരുടെ, നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമുണ്ട്, അതിന് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജനാധിപത്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ വ്യക്തിപരം, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടാവില്ല, മോഹൻ പിള്ളയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടാവില്ല, അതോടൊപ്പം തന്നെ വർഗീസാലിന് വേറെ മഞ്ജൂഷ് ഒരാളെ ഇഷ്ടമുണ്ടാവില്ല. ഇങ്ങനെ പലർക്കും ഇഷ്ടമില്ലാതെ ഉണ്ടാവും. പക്ഷെ നമ്മളതല്ലല്ലോ സംസാരിക്കുന്നത്. ഒരു സംഘടനയ്ക്കകത്ത് ഒരു തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് നിയമപരമായി മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ബ്രിഗേഡിയറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ചെയ്യാനാണ് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.